Hello, good morning children. Are you fine? Fine, good, very good. Yes, I am also fine. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ കണ്ടു വെരി ഗുഡ്. പഠിക്കാൻ ശ്രമിച്ചോ? എന്തെങ്കിലുമൊക്കെ പഠിച്ചു അല്ലേ? വെരി ഗുഡ്, നല്ല മക്കളാണ്. ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ പഠിച്ചു എല്ലാവരും. എന്തൊക്കെയായിരുന്നു? യെസ്, എല്ലാവരും ഉറക്കെ പറയുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ടീച്ചർ മക്കളെല്ലാവരും ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ക്ലാസ്സുകളിലുള്ള കാര്യങ്ങൾ റൈംസ് ആയാലും സ്റ്റോറി ആയാലും അപ്പം തന്നെ പഠിക്കണം. റെഡിയല്ലേ? ഓക്കെ, ടുഡേ വി സ്റ്റഡി 4 alphabets. Which are they? A, B, C, D. ഈ ആൽഫബറ്റ്സ് മക്കൾ എവിടെ പഠിച്ചതാണ്? LKG ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? A, B, C, D. ഇതൊരു റിവിഷനാണ്. നമുക്ക് കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചതെന്ന് റിവൈൻ ചെയ്തെടുക്കാം അല്ലേ? കുറച്ച് വേർഡ്സും പഠിച്ചു കാണല്ലോ ആൽഫബറ്റ്സ് വെച്ചിട്ട്. എ വെച്ചിട്ടൊക്കെ കുറേ വേർഡ്സ് പഠിച്ചിട്ടുണ്ടോ മക്കൾ? ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ഉറക്കെ പറയണം. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് 4 ആൽഫബറ്റ്സ് ആണ്. ഏതൊക്കെയാണത്? A, B, C, D. For capital letters and small letters. ഏതൊക്കെയായിരുന്നു? Capital letters and small letters. Okay, which is the first letter? Yes, A. A ആണ് ഫസ്റ്റ് ലെറ്റർ, എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം A വെച്ചിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. മക്കൾക്ക് അറിയാവുന്ന വേർഡ്സ് ഏതായാലും ഒന്ന് ഉറക്കെ പറഞ്ഞേ. Yes, A for apple. A for ant. Very good. Any words? Yes, A for aeroplane. Yes, A for axe. Very good. ടീച്ചർ മക്കളൊക്കെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? A for apple, A for axe, A for aeroplane, A for arrow. അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ പഠിച്ചു നമ്മൾ അല്ലേ? എഴുതാൻ പഠിച്ചു എല്ലാവരും? ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ എഴുതാൻ പഠിച്ചില്ലേ? വെരി ഗുഡ്. അപ്പം വീണ്ടും നമുക്കൊന്ന് എഴുതി നോക്കാം ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് എന്ന്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 6. ഓക്കെ, ലിസൺ ഹിയർ. പേജ് നമ്പർ 6 കാണുന്നുണ്ടോ? വെരി ഗുഡ്. ഓക്കെ, A for ant. Which is this word? Ant. Listen here. A for ant. എല്ലാവർക്കും അറിയാലോ A for ant എന്താണെന്ന് അറിയാലേ? ഉറുമ്പ്. Good. A for ant. What is this word? A for apple. A for apple. എന്താണ്? A for apple. നമ്മൾ 2 വേർഡാണ് ഇതിനകത്ത് പറഞ്ഞത്. A for ant, A for apple. ഒന്ന് പറഞ്ഞേ. A for ant, A for apple. Okay, we want to write this alphabet to board. Listen here. What is this letter? Capital letter A. Small letter A. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A, സ്മോൾ ലെറ്റർ A. ടീച്ചർ ഇപ്പോൾ പറഞ്ഞു തന്ന വേർഡ് ഏതായിരുന്നു? A for ant. Say spelling. A-N-T. Ant. A-N-T.
A for ant. എല്ലാവരും ഒന്ന് ഉറക്കെ സ്പെല്ലിംഗ് പറഞ്ഞു നോക്കൂ. A for ant. A-N-T. ant. മറ്റൊരു വേർഡ് ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? A-P-P-L-E. എന്താ വായിക്കുന്നത്? ആപ്പിൾ. A for ant, A for apple. Okay, say spelling. A-P-P-L-E. apple. A-P-P-L-E. apple. മക്കളൊന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും. A for ant, A for apple. Spelling A-N-T. ant. A-N-T. ant. A-P-P-L-E. apple. A-P-P-L-E. apple. പഠിക്കാൻ പറ്റുന്നുണ്ടോ സ്പെല്ലിങ്? അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ആൽഫബറ്റാണ് ഇത്. എ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. A for ant, A for apple. This is the next letter. B, capital letter B. Small letter B. എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. ഒന്ന് ഉറക്കെ പറഞ്ഞേ മക്കള്. ക്യാപിറ്റൽ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ ബി. സേ ലൗഡ്ലി. യെസ്, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. Listen your textbook. What is this? B for ball. B for ball. What is this? B for bag. B for bag. പറ്റുന്നുണ്ടോ മക്കൾക്ക് പറയാൻ വേണ്ടിയിട്ട്? B for bag, B for ball, B for bag. ഒന്ന് എഴുതി നോക്കാം നമുക്ക്. വാട്ട്സ് ദ സ്പെല്ലിംഗ് ബോൾ? B-A-L-L. ball. B-A-L-L. ball. B-A-L-L. ball. ഏതായിരുന്നു അടുത്ത വേർഡ്? ബാഗ്. B-A-G. ബാഗ്. B-A-G. ബാഗ്. ഈ വേർഡ്സ് മക്കൾ കഴിഞ്ഞ വർഷം പറയാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്പെല്ലിങ്ങും കൂടി ഈ വർഷം അറിഞ്ഞിരിക്കണ്ടേ? മക്കളൊന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ. B for ball, B for bag, B-A-L-L. ball. B-A-G. bag. രണ്ട് വേർഡ്സ് കിട്ടിയോ? B for ball, B for bag. അപ്പോൾ സ്പെല്ലിംഗ് പറയാൻ ശ്രമിക്കാം മക്കള്. B-A-L-L. ball. B-A-G. bag. വെരി ഗുഡ്. നല്ല മക്കളാണ് എല്ലാവരും. അടിപൊളിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ലിസൺ. വാട്ട് ഇസ് ദിസ്? കാർ. C for car. C for car. പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. C for car എന്ന വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ. കുഞ്ഞു വേർഡാണ് അല്ലേ? C for car. C for cat. C for cat. എന്താണ്? C for cat. രണ്ട് വേർഡ്സ് ആണ് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത്. C for car, C for cat. സിമ്പിളാണ് അല്ലേ? എല്ലാവർക്കും അറിയാം.
C for എഴുതും നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ C ആൻഡ് സ്മോൾ ലെറ്റർ C. വളരെ എളുപ്പമാണല്ലേ എഴുതാൻ. ക്യാപിറ്റൽ ലെറ്റർ C ആൻഡ് സ്മോൾ ലെറ്റർ C. നോക്കൂ. C for C-A-R car. C-A-R car. നോക്കൂ. ക്യാപിറ്റൽ ലെറ്റർ C ആൻഡ് സ്മോൾ ലെറ്റർ C. C for car. What's the next word? Yes, cat. C-A-T. Cat. C-A-R car. Say loudly. C-A-R car. C-A-T. Cat. Very good. നല്ല മക്കളാണ്. കുഞ്ഞു വേർഡാണ് അല്ലേ. നമുക്ക് വേഗം വേഗം പഠിക്കാൻ പറ്റും. C-A-R car. C-A-T. Cat. Very good. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ. C for car. C for cat. C-A-R car. C-A-T. cat. C-A-R car. C-A-T. cat. Very good. What's the next letter? D. ഏതാണ്? D. D for duck. D for duck. What is this? D for dog. D for dog. Duck, dog. You want to write D, capital letter D and small letter D. എല്ലാവർക്കും ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ എഴുതാൻ അറിയാലോ അല്ലേ? ഇതാ ക്യാപിറ്റൽ ലെറ്റർ D ആൻഡ് സ്മോൾ ലെറ്റർ D. ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ. ക്യാപിറ്റൽ ലെറ്റർ D ആൻഡ് സ്മോൾ ലെറ്റർ D. What is the first word? D U C K. Duck. D U C K. Duck. Duck പറഞ്ഞാൽ എന്താ അറിയാലോ എല്ലാവർക്കും. ടീച്ചർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ? ആ താറാവ്. D U C K. Duck. ഒന്ന് പറയൂ. D U C K. Duck. Very good. Next word. D O G. Dog. D O G. Dog. Okay. D for duck. D for dog. രണ്ട് വേർഡ്സ് ഏതൊക്കെയായിരുന്നു? D for duck. D for dog. അപ്പം ഒന്ന് പറഞ്ഞു നോക്കാം എല്ലാവർക്കും. A for ant. A for apple. B for ball. B for bag. C for car. C for cat. D for duck. D for dog. ഇപ്പോൾ ടീച്ചർ മക്കൾക്കെല്ലാം മനസ്സിലായോ എങ്ങനെയാണ് ഈ ആൽഫബറ്റ്സ്, അതിൻ്റെ വേർഡ്സ്, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ മനസ്സിലാകുന്നുണ്ടോ? ഒന്നും കൂടെ പറയണോ സ്പെല്ലിങ്? ഓക്കെ. A for ant. A for apple. B for ball. B for bag. C for car. C for cat. D for duck. D for dog. റെഡി അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ടീച്ചർ മക്കളെല്ലാവരും ഈ 4 ലൈനകത്ത് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ഈ വരി കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി, ഈ 4 ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ സി, ക്യാപിറ്റൽ ലെറ്റർ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. എഴുതാൻ റെഡിയാണോ എല്ലാവരും? ഓക്കെ.
എല്ലാവരും ഇതൊന്ന് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 7. ലിസൺ, മാച്ച് ദ പിക്ചേഴ്സ്. നമ്മളിപ്പോൾ പഠിച്ച കുറേ വേർഡ്സാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. എല്ലാവർക്കും അറിയാലോ. ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ ബി, ക്യാപിറ്റൽ ലെറ്റർ സി, സ്മോൾ ലെറ്റർ സി, ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ഡി ആൻഡ് സ്മോൾ ലെറ്റർ ഡി. അങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിലെന്തോ സംഭവങ്ങൾ മാച്ച് ചെയ്യാനുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവോ എന്തൊക്കെയാണ് മാച്ച് ചെയ്യേണ്ടത്? ഒന്ന് ടീച്ചർ പറഞ്ഞുതരാം. എ ഫോർ, ആരോ പറയുന്നുണ്ട്. വെരി ഗുഡ്. എ ഫോർ എക്സ്. വെരി ഗുഡ്. ഡ്രോ എ ലൈൻ. എ ഫോർ എക്സ്. നെക്സ്റ്റ് ബി ഫോർ. ബി ഫോർ എന്താണ് ഇതിനകത്ത് ബി ഫോർ വരുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു വേർഡാണല്ലോ അത്. എന്തായിരുന്നു? ബി ഫോർ ബെൽ. വെരി ഗുഡ്. ബി ഫോർ ബെൽ. എല്ലാവർക്കും അറിയാം അല്ലേ? ഡ്രോ എ ലൈൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദിസ് ലെറ്റർ? സി. സി ഫോർ എന്താണ് ഇതിനകത്തുള്ളത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ്, cat. Very good. C for cat. Draw a line. C for cat. D. D for yes, dog. ഇപ്പോൾ പഠിച്ചില്ലേ നമ്മൾ ഡോഗിനെ? ഡ്രോ എ ലൈൻ ടു D to dog. വെരി ഗുഡ്. അപ്പോൾ ടീച്ചർ മക്കളെല്ലാവരും ഈ വർക്ക് ഫിനിഷ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതുക. അതേപോലെ മാച്ച് ദ ഫോളോയിങ്. മനസ്സിലായില്ലേ എല്ലാവർക്കും? മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ അറിയാമല്ലോ എല്ലാവർക്കും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ അറിയാം, സ്മോൾ ലെറ്റർ എഴുതാൻ അറിയാം. എല്ലാവരും ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ലെറ്റേഴ്സായിട്ട് ടീച്ചർ വീണ്ടും വരും. അപ്പോഴത്തേക്കും ഈ വർക്കൊക്കെ ഫിനിഷ് ചെയ്യുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, ബൈ ബൈ. സി യു നെക്സ്റ്റ് ക്ലാസ്.